ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് താർ എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയാണ്. 80s നടക്കുന്നത് പോലെയാണ് ഈ ഒരു മൂവി കാണിച്ചിട്ടുള്ളത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒരു ഇൻസ്പെക്ടർ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ സമയത്ത് ഒരു വ്യക്തി മരത്തിൻ്റെ ചോലയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് അയാളെ ആരോ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അയാൾ വെടികൊണ്ട് നേരെ താഴേക്ക് വീഴുന്നു. അങ്ങനെ വെടികൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് ഒരാൾ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ ചെവിയിലുണ്ടായിരുന്ന ഒരു കമ്മൽ ഇങ്ങനെ കത്തിവെച്ച് അറുത്തുകൊണ്ട് പോവുകയാണ്. അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ അവിടെ കാട് പോലെയുള്ള ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെ തൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ബോയ് ഫ്രണ്ട് വന്ന സമയത്ത് അവർ സന്തോഷത്തോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ അതേ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ 2-3 റൗഡികളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ എന്തോ കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ റൗഡികൾ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ റൗഡികൾ ഇപ്പോൾ ആ പെണ്ണിൻ്റെ അമ്മേനെ അച്ഛനെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഈ വെടിവെക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് കാട്ടിനുള്ളിൽ നിന്നും ഈ പെൺകുട്ടി വന്ന് നോക്കുന്ന സമയത്താണ് അവളുടെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു കിടക്കുന്നത് അവൾ കാണുന്നത്. അങ്ങനെ അവൾ ആകെ ഷോക്കായി വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജീപ്പിൽ ഗുണ്ടകൾ പോകുന്നതൊക്കെ അവൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ ശരിക്കും 2 ദിവസം കഴിയുമ്പോൾ കല്യാണമാണ്. അപ്പോൾ അങ്ങനെ കല്യാണം ആയിട്ട് പോലും അവളിപ്പോൾ നാട്ടിലുള്ളൊരു പയ്യനുമായിട്ട് ഇങ്ങനെ അഫെയറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവൾ നേരെ ചെന്നിട്ട് പോലീസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അതായത് എൻ്റെ അച്ഛനും അമ്മേനെ ഇങ്ങനെ വീട്ടിൽ കയറി ഗുണ്ടകൾ വെടിവെച്ച് കൊന്നു. വീട്ടിലാണ് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അവരെടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ഈ പെണ്ണ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ശരിക്കും ഇവളുടെ വീട്ടിലെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല ആ ഗുണ്ടകൾ വന്നിട്ടുണ്ടാവുക, വേറെന്തോ ആ വീട്ടിലുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ അവരെന്തായാലും പാരൻസിനെ ഒന്നും കൊല്ലേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നു. അവിടെ വെച്ച് കട്ടായി ഇപ്പം നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു. അയാളിപ്പോൾ പുതുതായിട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇയാളെ കണ്ടപ്പോഴേക്കും അവിടെയുള്ളവരൊക്കെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അവരെനിക്ക് ജോലിക്ക് വേണമെന്ന് പറയുന്നു. അപ്പോൾ ആ നാട്ടിലെ ഒരാൾക്ക് മാത്രമാണ് ഇത്തിരി വിദ്യാഭ്യാസം ഉള്ളത്, അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവനെ പറഞ്ഞയക്കുന്നു. അങ്ങനെ ഈ വന്ന വ്യക്തി അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് അയാളുടെ വൈഫ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഇല്ല, വരുമ്പോൾ ഒരു 5 ദിവസം കഴിയും എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ അയാളുടെ വൈഫിനെ കണ്ട സമയത്ത് അവരുടെ മേലെ ഒരു കണ്ണ് വരികയാണ്. അടുത്ത സീനിൽ ആട് മേച്ചുകൊണ്ടിരുന്നൊരു പയ്യൻ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ മരത്തിൽ നിന്നും വെടികൊണ്ട് വീണിട്ട് നിലത്ത് വീണ ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, ആ ഒരു വ്യക്തി ഇപ്പോൾ അതിക്രൂരമായിട്ട് കൊല ചെയ്ത് അതിനുശേഷം തൂക്കിലേറ്റിയ നിലയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പോലീസ് കറക്റ്റ് സ്ഥലത്തെത്തി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൽ അവൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പേഴ്സും ഒക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പിന്നെ അവിടുന്ന് കുറച്ച് തെളിവുകളൊക്കെ എടുത്തിട്ട് ഇയാളുടെ മരണത്തിൻ്റെ കേസ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ കോൺസ്റ്റബിളും ഇൻസ്പെക്ടറും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്കടയിൽ പോകുന്ന സമയത്താണ് പുതുതായിട്ട് വന്ന ആ പയ്യൻ ഉണ്ടായിരുന്നില്ലേ, അവൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇൻസ്പെക്ടർക്ക് ഇവനെ കണ്ട സമയത്ത് ഇവനൊരു പുതിയ ആളാണല്ലോ, എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് ജസ്റ്റ് പോയിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമെന്ന് പറയുന്നു. അങ്ങനെ കോൺസ്റ്റബിൾ ഇപ്പോൾ വളരെ കാഷ്വലായിട്ടൊന്ന് സംസാരിച്ച് പരിചയപ്പെടാലോ എന്ന് വിചാരിച്ച് ചെല്ലുന്ന സമയത്ത് അയാൾ പരിചയപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവൻ അവിടെ നിന്നും ജീപ്പ് എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പോലീസ് ചായക്കടക്കാരനോട് ചോദിക്കുന്ന സമയത്താണ് ആൾ പറയുന്നത് ആ പയ്യനൊരു ബിസിനസ്സുകാരനാണ്, അവൻ ഇവിടെ അവന് കുറച്ച് ജോലിക്കാരെയൊക്കെ കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട്, വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പോലീസുകാർക്കാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു കേസ് നടക്കുകയും ചെയ്തു, ഇവനാണ് ഈ ഒരു നാട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് പോലീസുകാർ ഒരു നോട്ടം ഇട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഇയാളെ നമുക്ക് കാണിക്കുന്നു. അയാളുടെ പ്രവൃത്തികളൊക്കെ കുറച്ച് വിചിത്രമായിട്ടുണ്ട്. കാരണം അയാൾ നൈറ്റൊക്കെ ആരെയോ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയോ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയോ ഒക്കെയാണ് അയാളുടെ നടത്തവും കാര്യങ്ങളും ഒക്കെ. അയാളിപ്പോൾ അവിടെയായിട്ട് ഒരു റൂം എടുത്ത് താമസിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇൻസ്പെക്ടറുടെ ഫാമിലിയെ കാണിക്കുന്നു. അയാൾക്കൊരു വൈഫും ഒരു മകനുമാണുള്ളത്. നമ്മുടെ ഇൻസ്പെക്ടർക്കാണെങ്കിൽ ഇപ്പം മേലെ നിന്ന് നല്ല പ്രഷർ വരുന്നുണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു വ്യക്തി അവിടെയുള്ള ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് ചെന്നിട്ട് അവിടെ കുറേ മണ്ണെണ്ണയുടെ ക്യാനും പിന്നെ അതുപോലെ തന്നെ കത്തിയും ചുറ്റികയും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൻ തിരിച്ച് ആ നാട്ടിലെ പഠിപ്പൊക്കെയുള്ള ആ ഒരു വ്യക്തിയുടെ ഭാര്യ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ അവിടേക്ക് ചെന്ന സമയത്ത് അവൾ അവനോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവനെ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലുള്ളവരൊക്കെ ഇവളെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണാണ് നാട്ടിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ പറയുന്നു ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഇവൾ വേറെ ആളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതും ഇതുമൊക്കെ സംസാരിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇവൻ വീടിനകത്തേക്ക് കയറിയ സമയത്ത് ഈ സ്ത്രീയുടെ ഒരു ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. ഈ ഫ്രണ്ടിൻ്റെയും ഇവളുടെയും ഹസ്ബൻഡ് ഒരുമിച്ചാണ് ഇപ്പോൾ പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ അവർ വരാനായി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ടെലഗ്രാം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ സ്ത്രീ അവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇവളുടെ അടുത്ത് അധികമൊന്നും സംസാരിക്കുന്നില്ല. അവൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഇവളുടെ ഹസ്ബൻഡും അതുപോലെ ഇവളുടെ ആ ഫ്രണ്ടായിട്ടുള്ള സ്ത്രീയുടെ ഹസ്ബൻഡും കൂടിയിട്ട് ഇപ്പോൾ ഒരുമിച്ച് ഇവരുടെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവരിപ്പോൾ വന്നിട്ട് നേരെ പോകുന്നത് ആ ചായക്കടയിലേക്കാണ്. അപ്പോൾ ചായക്കടയിൽ ചെന്ന സമയത്താണ് ഇങ്ങനെ ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മരിച്ച വ്യക്തിയും ഇവരും ബിസിനസ്സിൽ പാർട്ട്നേഴ്സൊക്കെ ആയിരുന്നു. ഇവർ വന്ന കാര്യം അറിഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഇവരെ നേരെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവർ 8 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങളും ഇപ്പോഴാണ് ഇത്രയും വലിയൊരു കൊലപാതകം ഇവിടെ നടന്നു എന്നുള്ളത് അറിഞ്ഞത്, ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങളും ആകെ ഷോക്കായിരിക്കുകയാണെന്നൊക്കെ അവർ ഇൻസ്പെക്ടർ എടുത്ത് പറയുന്നു. അപ്പോൾ അത് കേട്ട സമയത്ത് ഇൻസ്പെക്ടറും ഓക്കെ ശരി ഇനിയിപ്പോൾ എന്തായാലും അന്വേഷണം കഴിയുന്നത് വരെ പുറത്തേക്കൊന്നും പോകരുതെന്നൊക്കെ അവരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഓക്കെ പറഞ്ഞ് ഇവർ സ്റ്റേഷനിൽ ഒപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇയാൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഇയാളുടെ അടുത്ത് നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ പുറമേന്ന് വന്നൊരുത്തൻ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇവനും ആകെ ടെൻഷനായിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യനെ പിടിച്ച് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഇപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പുറത്തുനിന്ന് വന്നിട്ടുള്ള വ്യക്തി ഉണ്ടല്ലോ, സിദ്ധാർത്ഥ് ഇപ്പോൾ നേരെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാൾ ഇവനെ കണ്ടിട്ട് എന്താണ് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഇങ്ങനെ വന്നു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ഞാനിങ്ങനെ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള കുറച്ച് പേരെയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾ ഓക്കെ എത്ര രൂപ ശമ്പളം കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൻ 2000 രൂപ തരാമെന്ന് പറയുന്നു. പക്ഷേ അയാളാണെങ്കിൽ 5000 രൂപ തരണം, അതുപോലെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്കും 2000 രൂപ വെച്ച് അങ്ങനെ മൊത്തം 9000 രൂപ വേണമെന്ന് പറയുന്നു. എന്നിട്ട് എപ്പോഴേക്കാണ് വരേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ തൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവരെ ഡൽഹിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവരെ കൂട്ടിയിട്ട് നേരെ പോവുകയാണ്. അപ്പോൾ ഇവർ 2 പേരാണ് ഇപ്പോൾ വരുന്നത്. ഒരാൾ വേറെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവനെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ ഇയാൾ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ട് സിദ്ധാർത്ഥിൻ്റെ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവൻ ജീപ്പ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് ചെന്ന ഉടനെ തന്നെ സിദ്ധാർത്ഥ് ഇവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് കഴുത്ത് ഞെക്കി അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അയാൾ ബോധം കിട്ട് അവിടെ വീഴുകയാണ്. ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് കുറേ നേരമായിട്ട് ഇവനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇവർ 2 പേരെയും കാണാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഫ്രണ്ട് അവിടെ കിടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ നമ്മളുടെ സിദ്ധാർത്ഥ് കയ്യിലൊരു കട്ടയെടുത്തിട്ട് അയാളുടെ തലക്കിട്ടടിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ഇവൻ ഭയങ്കര സൈക്കോയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ അവനിപ്പോൾ ഈ 2 പേരെയും അടിച്ച് അവിടെ വീഴ്ത്തുകയാണ്. അവിടെ വെച്ച് കട്ടായി ആദ്യം ഒരു വീട്ടിൽ ഒരു മോഷണം നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ആ ഒരു വീട്ടിലെ പെൺകുട്ടിയെ ഇവർ പോലീസുകാരെല്ലാവരും കൂടി ചെന്ന് കണ്ടിട്ട് നീ അന്ന് ഏത് ക്ഷേത്രത്തിലാണ് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം, നീ മര്യാദയ്ക്ക് അന്ന് വന്നിട്ടുള്ള ആരുടെയെങ്കിലും മുഖം ഓർമ്മയുണ്ടെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലെറ്റർ എടുത്തിട്ട് ആ ഇൻസ്പെക്ടർക്ക് കൊടുക്കുകയാണ്. അതിൽ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനില്ലേ, അവനെയും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് അതിലുള്ള ഒരാളെ ഇവൻ ഓർമ്മയുണ്ട്, ഇവൻ്റെ നാട്ടുകാരനാണെന്നൊക്കെ പറയുന്നത്. ഈ മോഷണത്തിന് കാരണമായ അതേ ആളുകൾ തന്നെയാണ് മറ്റേ വ്യക്തിയുടെ മരണത്തിനും കാരണം. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യനെയും കൂട്ടിയിട്ട് പോലീസ് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ പോലീസ് അവരെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ ഗ്യാങ് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് പോലീസ് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഫൈറ്റിൽ 2-3 പേരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അയാൾ നമ്മളുടെ ഇൻസ്പെക്ടർക്ക് ഒരു വാണിംഗ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടറിൻ്റെ വീടിന് മുന്നിൽ വന്നിട്ട് ഒരു ലെറ്റർ അവിടെ വെച്ചിട്ട് പോവുകയാണ്. ആ ലെറ്റർ അയാളുടെ മകനെടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഒരാവശ്യമില്ലാതെ ഞങ്ങളുടെ വഴിയിൽ വന്ന് തടസ്സം നിന്നു, നീ എൻ്റെ 2-3 പേരെ കൊല്ലുകയും ചെയ്തു, അതുകൊണ്ട് ഒന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ മകനെ ഞാൻ കൊല്ലുമെന്ന്. അവിടെ വെച്ച് കെട്ടായി ഇപ്പം നമുക്ക് സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. അവനിപ്പോൾ തിരിച്ച് ആ സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നു, നിൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ ഫ്രണ്ടിനെയും ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, അവർ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒരു 200 രൂപ വാടക തന്നിട്ട് നിൻ്റെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്ന് പറയുന്നു.
അങ്ങനെ അവളും ഓക്കെ ഹസ്ബൻഡ് പറഞ്ഞതാണെങ്കിൽ ഇവിടെ നിന്നോളൂ എന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ കോൺസ്റ്റബിളും ഇൻസ്പെക്ടറും കൂടിയിട്ട് അവരെ ഫൈറ്റ് ചെയ്ത സമയത്ത് അതിൽ ഒരാളെ ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗുണ്ടകളുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവനെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവൻ സത്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ആ ഒരു വീട്ടിൽ ഇവർ മോഷണം നടത്തിയതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ് മാഫിയയുടെ തലവനായിട്ടുള്ളത് അനീഫ് ഖാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തിയാണ്. അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രഗ് ഡീലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പെണ്ണിൻ്റെ വീട്ടിലാണ് ഇവർ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഒരു സ്റ്റേജിൽ ഈ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇവരറിയാതെ ഇവരുടെ ഈ ഡ്രഗ്സ് എല്ലാം എടുത്തിട്ട് വിൽക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവൻ്റെ സാധനം എടുത്തിട്ട് അവർ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ അവരെ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് അയാളിപ്പോൾ ഇൻസ്പെക്ടറുടെ അടുത്ത് പറയുന്നു, ഇപ്പം നിങ്ങൾ അനീഫ് ഖാൻ്റെ ഇത്രയും ആളുകളെ വെടിവെച്ച് കൊന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ നിങ്ങളെയും കൊന്നിട്ടേ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകൂ എന്ന്. അങ്ങനെ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മളുടെ ഇൻസ്പെക്ടർ ഇരുന്ന് ചിന്തിച്ച് ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ, അതായത് വളരെ ക്രൂരമായിട്ട് മൃഗീയമായിട്ട് കൊന്ന് അതിനുശേഷം കെട്ടിത്തൂക്കി കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കൊലപാതകം ഒരിക്കലും അനീഫ് ഖാൻ ചെയ്തതായിരിക്കില്ല. അത് അനീഫ് ഖാനേക്കാൾ വലിയ ഒരു സൈക്കോ ആയിരിക്കും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവുക എന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമുക്ക് കറക്റ്റ് സൈക്കോ ആയിട്ടുള്ള സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. സിദ്ധാർത്ഥ് ഇപ്പോൾ അവളുടെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ കൂടെയുള്ള ആളെയും ഒക്കെ പിടിച്ചു ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അവരുടെ കാലിലും കയ്യിലും ഒക്കെ ആയിട്ട് ഇവൻ ആണിയടിക്കുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പം നമുക്ക് സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. അവന് വേണ്ടിയിട്ട് അവളിപ്പോൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കറക്റ്റ് അവളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നത്. പോലീസ് വന്നിട്ട് നിൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് പോയിരിക്കുകയാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പോവരുതെന്ന് പറഞ്ഞതാണല്ലോ, എപ്പോഴേക്കാണ് അവൻ തിരിച്ചു വരിക എന്ന് ചോദിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് ചെന്നിട്ട് അവൻ വരുമ്പോഴേക്കും ഏകദേശം ഒരാഴ്ചയാകും എന്ന് പറയുന്നു. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഞാനിവിടെ വാടകയ്ക്ക് നിൽക്കുകയാണെന്ന്. അടുത്ത സീനിൽ നമുക്ക് ഇവളുടെ ഹസ്ബൻഡിൻ്റെ വേറൊരു ഫ്രണ്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവൻ നാട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നു. അതിനുശേഷം അവൻ നാട്ടിലേക്ക് വന്ന് അവൻ വൈഫിൻ്റെ ഒപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വൈഫ് ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ഇങ്ങനെ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. ഇപ്പം നമ്മുടെ സിദ്ധാർത്ഥ് അവളുടെ ഹസ്ബൻഡിനെയും പിന്നെ കൂടെയുള്ള ആളെയും ഭയങ്കര ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിരലൊക്കെ മുറിച്ചിട്ട് അവൻ അതിലുള്ള മോതിരം എടുത്തിട്ട് ഒരു പെട്ടിയിൽ ഇട്ട് വെക്കുന്നു. എന്നിട്ട് അതൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് അവൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടായിട്ടുള്ള ധന എന്ന് പറഞ്ഞ ആ വ്യക്തി വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ ജോലിക്ക് കൊണ്ടുപോയതുപോലെ എന്നെയും കൊണ്ടുപോകുമോ എന്ന് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ചോദിക്കുന്നു. സിദ്ധാർത്ഥ് ഉടനെ തന്നെ ശരി ഓക്കെ കയറിക്കോ ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അയാളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ പോകുന്ന സമയത്ത് സിദ്ധാർത്ഥ് റൂട്ട് മാറ്റി പോകുന്നത് കണ്ടപ്പോൾ ധന സിദ്ധാർത്ഥിൻ്റെ അടുത്ത് എന്തിനാണ് ഈ വഴി പോകുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും ഇയാൾ സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ധനയുടെ തല പോയി ഇടിച്ച് അങ്ങനെ അവനെ ബോധം കെടുത്തിയിട്ട് നേരെ പിടിച്ചുകൊണ്ട് ഇവൻ്റെ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇവനെയും കെട്ടിയിട്ടിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം സിദ്ധാർത്ഥ് അവിടെ നിന്ന് വന്ന് വണ്ടിയിലൊക്കെ കയറുന്നത് നമ്മളുടെ പോലീസുകാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇൻസ്പെക്ടർ ഇവൻ്റെ അടുത്ത് നീ എന്താണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ താൻ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെർമിഷനും ലൈസൻസും കാര്യങ്ങളൊക്കെ അയാളെ കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ നമുക്ക് കാണിക്കുന്നത് സിദ്ധാർത്ഥ് ഒരു കൂട്ടിൽ എലിയെ പിടിച്ചിട്ട് അവനിപ്പോൾ അത് ഇവരുടെ ദേഹത്തിങ്ങനെ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ആ എലി ഇപ്പോൾ ഇവരുടെ ദേഹം ഇങ്ങനെ തുരക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിനായിട്ട് അവളുടെ വീട്ടിലിങ്ങനെ താമസിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവിടെ നടക്കുകയാണ്. ഇപ്പം ധന എങ്ങനെയൊക്കെയോ തൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന കെട്ടെല്ലാം അഴിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ സിദ്ധാർത്ഥ് അവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ധനയെ കാണുന്നില്ല. അപ്പോൾ ധന എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് പുറത്ത് ധന ബോധം കെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ സിദ്ധാർത്ഥ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് അവിടെ നിന്ന് ഒരു പയ്യൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ഈ പയ്യൻ ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ എത്രയും പെട്ടെന്ന് ആ പയ്യനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ആ പയ്യൻ ഓടി ഒരു കുന്നിൻ്റെ മേലെ നിന്നും താഴേക്ക് വീണിട്ട് ആ പയ്യൻ മരിക്കുകയാണ്. സിദ്ധാർത്ഥ് ആ പയ്യൻ്റെ ബോഡി എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണെണ്ണ ഒഴിച്ച് അവിടെ വെച്ച് തന്നെ കത്തിക്കുന്നു. അങ്ങനെ ഈ പയ്യൻ മരിച്ച കാര്യം അറിഞ്ഞിട്ട് പോലീസ് ഇപ്പോൾ അവിടേക്കൊക്കെ അന്വേഷിക്കാൻ വരികയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഈ ഒരു ബിൽഡിങ് കാണുന്നത്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ആ കോൺസ്റ്റബിളിനെ ആരോ വെടിവെക്കുന്നുണ്ട്. ആ കോൺസ്റ്റബിളിനെ മാത്രമല്ല നമ്മളുടെ ഇൻസ്പെക്ടറെയും വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് നോക്കുന്ന സമയത്താണ് അത് മറ്റാരുമല്ല അനീസ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാകിസ്ഥാൻകാരനായിരുന്നു. അടുത്ത സീനിൽ നമുക്ക്
നമുക്ക് കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ മേലെ അവൾക്ക് കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ അവളിപ്പോൾ ആ കാര്യം ചെന്നിട്ട് ഈ പോലീസുകാരൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ അവളുടെ അടുത്ത് നീ നടന്നിട്ടുള്ള കാര്യം എന്താണെന്ന് കറക്റ്റായിട്ട് പറയൂ, എന്നാൽ മാത്രമേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അവൾ കുറച്ച് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അതായത് ആദ്യം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ, ആ ഒരു വ്യക്തിയും അവളുടെ ഹസ്ബൻഡും ധനയും പിന്നെ മറ്റേ ഫ്രണ്ടും ഇവർ 4 പേരും കൂടിയിട്ട് ഒരു സ്ഥലമൊക്കെ മേടിച്ചിട്ട് എന്തോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡൽഹിയിലൊക്കെ പോയിട്ട് ഇവർ മോഷണമൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ഈ ഇൻസ്പെക്ടർക്ക് മനസ്സിലായി. ഇപ്പോഴാണ് നമുക്ക് കാണിക്കുന്നത് ആദ്യം മരിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളെ അത്രയും ക്രൂരമായിട്ട് കൊന്നത് മറ്റാരും ആയിരുന്നില്ല, നമ്മളുടെ സിദ്ധാർത്ഥ് തന്നെയായിരുന്നു. മരിക്കാൻ നേരത്തെ അവൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അറിയാതെ വന്ന് മോഷ്ടിച്ചതാണ്, ദേവി ഇതെന്നെ വെറുതെ വിടൂ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് മാപ്പേ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് അവനെ കൊല്ലുന്നത്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ ഫ്ലാഷ് ബാക്കിൽ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. ഇവർ 4 പേരും കൂടിയിട്ട് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഒരു വീട്ടിൽ കയറുകയാണ്. അപ്പോൾ ആ വീട്ടിൽ നല്ല സുന്ദരിയായ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരിപ്പോൾ അവരുടെ വീട്ടിൽ കള്ളന്മാർ വന്ന സമയത്ത് പെട്ടെന്ന് ഒച്ചത്തിൽ അലറുകയാണ്. അവിടെ വെച്ച് കേട്ടായി ഇപ്പോൾ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇപ്പോൾ പ്രസന്റിൽ നമ്മളുടെ സിദ്ധാർത്ഥ് ഇവളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവളെയും കൊണ്ട് പോയ വിവരം അറിഞ്ഞിട്ട് പോലീസ് അവിടേക്ക് വന്ന് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ ഒരു ഡയറി അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൽ വളരെ ക്രൂരമായിട്ടുള്ള കുറേ ഡയഗ്രാമൊക്കെ അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് അതിൽ നിന്നും പണ്ട് ആ ഡൽഹിയിൽ മരിച്ചിട്ടുള്ള ആ സ്ത്രീയുടെ ഫോട്ടോ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മളുടെ സിദ്ധാർത്ഥ് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ 4 പേരും മോഷ്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഇവർ 4 പേരും മോഷ്ടിക്കാൻ വേണ്ടി വന്നത് ഈ സ്ത്രീ, അതായത് സിദ്ധാർത്ഥിൻ്റെ ഭാര്യ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 4 പേരും കൂടി ക്രൂരമായിട്ട് അവരെ കൊല്ലുകയാണ്. ഇപ്പൊ സിദ്ധാർത്ഥ് ഇവളെയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻസ്പെക്ടർ എങ്ങനെയെങ്കിലും അവളെ സിദ്ധാർത്ഥിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ പോവുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥ് വേറൊരു വഴിയിൽ പോകുന്നത് കണ്ടിട്ട് അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ് അവൾക്ക് തൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. ഇപ്പോൾ ഇവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന പോലീസിനെ ആ പാകിസ്ഥാൻകാരൻ്റെ ഗ്യാങ് ആക്രമിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥും അതുപോലെ ഇവളും കൂടിയിട്ട് നേരെ ആ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഇവളുടെ ഹസ്ബൻഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവൾ കാണുന്നത്. ഉടനെ അവൾ നേരെ പോയിട്ട് ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ചിട്ട് നീയാണോ ഇങ്ങനെ ചെയ്തത്, നീ എന്തൊരു സൈക്കോയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നു. ഈ സമയത്ത് സിദ്ധാർത്ഥ് അവിടേക്ക് വന്നിട്ട് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെയിൻ അറുത്തെടുത്തിട്ട് ഇത് ആരുടെ ചെയിനാണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവനാണെങ്കിൽ സോറി ഞാൻ അറിയാതെ ചെയ്തതാണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് കുറേ പറയുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മറ്റൊരു ക്രൂരമായിട്ടുള്ള കാര്യം കാണിക്കുന്നത്. അതായത് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ വൈഫിനെ ഇയാളായിരുന്നു ഏറ്റവും ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ മാത്രമല്ല അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും അവരെ വളരെ ക്രൂരലായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ വൈഫിനെ ഇത്രയും ക്രൂരമായിട്ട് റേപ്പ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സിദ്ധാർത്ഥ് ഇവരെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ ഹസ്ബൻഡിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ വെടിവെച്ച് കേട്ടിട്ട് ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ഇൻസ്പെക്ടറുടെ കാലിലേക്ക് ആ പാകിസ്ഥാൻകാരൻ വെടിവെക്കുകയാണ്. പിന്നെ ഒരു വിധത്തിൽ ഇൻസ്പെക്ടർ ആ പാകിസ്ഥാൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് നേരെ മുകളിലേക്ക് കയറിയിട്ട് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്തത് നീയാണെന്ന് എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. അങ്ങനെ ഇൻസ്പെക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവൾ ഒരു തോക്കെടുത്തിട്ട് നമ്മളുടെ സിദ്ധാർത്ഥിനെ വെടിവെച്ച് കൊല്ലുകയാണ്. കാരണം അവളുടെ ഹസ്ബൻഡിനെ അവൻ അവളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ പോലീസുകാരൻ അവൾക്ക് നേരെ കേസൊന്നും എടുക്കാതെ അവളുടെ അടുത്ത് ഇനിയെങ്കിലും നീ സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ വെച്ച് കട്ടായി അടുത്ത സീനിൽ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. അവൾ എന്നിട്ട് നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പെട്ടി തുറക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ പൈസയും പിന്നെ അതുപോലെ കുറേ ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോതിരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആഭരണങ്ങളെല്ലാം നമ്മളുടെ സിദ്ധാർത്ഥിൻ്റെ വൈഫിൻ്റെ ആയിരുന്നു. പക്ഷേ ഇവർ അന്ന് വന്നിട്ട് മോഷണം നടത്തിയ സമയത്ത് അതെല്ലാം എടുത്തിട്ട് ഇവർ ഓരോരുത്തരായിട്ട് അണിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് നമ്മളുടെ ഹീറോ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.